സൂപ്പർ ടേസ്റ്റിയായ കളർഫുള്ളായ ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ 65 വീട്ടിൽ തന്നെ തയ്യാറാക്കിയാലോ? നോക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ് ഇത്. ബോണോട് കൂടിയതാണ്. നമുക്കപ്പം അതിലേക്ക് വേണ്ട മസാല നോക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഉപ്പ്. മുളക് എരിവുള്ളതും കാശ്മീരിയും കൂടി മിക്സ്ഡ് ആയിട്ടുള്ളതാണ്. നമുക്കിത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് മൈദയും കുറച്ച് കോൺഫ്ലവറുമാണ്. അപ്പോൾ അത് രണ്ടും ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ പേസ്റ്റ് ആക്കിയതാണ്. ഒന്ന് ക്രഷ്ഡ് പരുവത്തിൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടെ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് അല്പം തൈരും കൂടെ ഒഴിക്കാം. ഇനി നമുക്കിത് തൈരും കൂടെ ഒഴിച്ചു. അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് മസാലയെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിനി ഇതൊരു 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോഴത്തേക്ക് ആ 1 മണിക്കൂറും കൊണ്ട് അതിനകത്ത് നന്നായി മസാലയൊക്കെ പിടിക്കും. നമുക്കിതൊരു ക്ലീൻ റാപ്പോ അല്ലെങ്കിൽ അടപ്പോ വെച്ചിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമുക്കിത് എടുത്തു നോക്കാം. 1 മണിക്കൂറായി ഫ്രിഡ്ജിൽ നിന്ന് ഞാനിത് എടുത്തു. ഇപ്പം നന്നായി നമ്മുടെ മസാലയൊക്കെ ഈ 1 മണിക്കൂറും കൊണ്ട് ആ ചിക്കനിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് ഫ്രൈ പാന് സ്റ്റൗവിൽ വയ്ക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ ഓയിൽ ഒഴിക്കാം. അത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു. ഓയിൽ ചൂടായി. നമുക്ക് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സൈഡ് കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇത് മറിച്ച് ഇട്ട് അപ്പുറത്തെ സൈഡ് അടുത്ത വശവും കൂടെ നമുക്ക് നന്നായി കുക്കാക്കി എടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായി കുക്കായിട്ടുണ്ട്. നമുക്കിനി അത് കോരി മാറ്റാം. ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മുടെ ചിക്കൻ 65 ഇവിടെ ഫ്രൈ ചെയ്ത് റെഡിയാണ്. ഇനി നമുക്ക് ചെറിയൊരു പരിപാടിയും കൂടിയുണ്ട്. സ്റ്റൗവിൽ പാൻ വെച്ചു. ഞാനിപ്പോൾ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച ഓയിൽ തന്നെയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. നമുക്കിതിലേക്ക് ഇത് ചൂടായി കഴിയുമ്പോൾ, ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമുക്കൊരിത്തിരി ഗാർലിക്കും അതുപോലെ തന്നെ കറി ലീവ്സും കൂടെ ആഡ് ചെയ്യാം. ഇതൊന്ന് ഇതിനകത്ത് സോട്ടാക്കിയെടുക്കാം. ഒത്തിരി അത് ഇതാകുമൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് സോട്ടായാൽ മാത്രം മതി. ഒന്ന് സോട്ടായി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ 65 ആഡ് ചെയ്യാം. അപ്പോൾ അത് സോട്ടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ നമുക്ക് ആഡ് ചെയ്യാം. മുഴുവനായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള
ചിക്കൻ 65 ഇവിടെ സിമ്പിളായി റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്യുക. ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്